മുഖ്യമന്ത്രി പദവി ലഭിക്കാത്തതിൽ ഇടഞ്ഞു നിൽക്കുന്ന രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കാൻ ഇപ്പോൾ ദീപ ദാസ് മുൻഷി ഇപ്പോൾ അദ്ദേഹത്തിന്റെ വസതിയിലുണ്ട്. 2 മണിയോടെ എത്തിയിരിക്കുന്ന ദീപ ദാസ് മുൻഷിയും രമേശ് ചെന്നിത്തലയും തമ്മിലുള്ള കൂടിക്കാഴ്ച പുരോഗമിക്കുകയാണ്. മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ അതിൽ പങ്കാളിയാകണം എന്ന് രമേശ് ചെന്നിത്തലയോട് ആവശ്യപ്പെടുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. മന്ത്രിസഭയിലില്ല എന്നുള്ള നിലപാട് മയപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുകയാണ് ദീപ ദാസ് മുൻഷിയുടെ വരവിന്റെ ഉദ്ദേശം. ആ ചർച്ച പുരോഗമിക്കുകയാണ്. റോഷിപാലിന്റെ വിവരങ്ങളുമായി. റോഷിപാൽ, ഇപ്പോൾ ദേവദത്തത്തിൽ ചർച്ച പുരോഗമിക്കുന്നു. ഇപ്പോൾ ഏതാണ്ട് 2:23 ആയിരിക്കുന്നു. അരമണിക്കൂറിനോട് അടുക്കുന്ന ചർച്ച എന്ന് വേണം മനസ്സിലാക്കാൻ. മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ ആരംഭിക്കാനിരിക്കെ യോഗത്തിലേക്ക് ഉറപ്പായും എത്തേണ്ട ആൾ എന്ന രൂപത്തിലല്ലേ ചെന്നിത്തലയെ വിളിക്കുന്നത്? സ്മൃതി, അങ്ങനെ വേണം കരുതാൻ. കാരണം UDF-ന്റെ നേതൃയോഗം 4 മണിക്കാണ് കന്റോൺമെന്റ് ഹൌസിൽ ചേരുന്നത്. ആ നേതൃയോഗത്തിലേക്ക് മുൻ ആഭ്യന്തരമന്ത്രി, മുൻ KPC അധ്യക്ഷൻ കൂടിയായ രമേശ് ചെന്നിത്തലയെ കൂടെ എത്തിക്കാനുള്ള ഒരു ശ്രമം സ്വാഭാവികമായി ഹൈക്കമാൻഡിന്റെ ഭാഗത്തുണ്ട്. കാരണം രമേശ് ചെന്നിത്തലയെ മന്ത്രിസഭയുടെ ഭാഗമാക്കണം. രമേശ് ചെന്നിത്തലയെ മന്ത്രിസഭയുടെ ഭാഗമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ ഈ വഴുതക്കാട്ടെ രമേശ് ചെന്നിത്തലയുടെ വസതിയായ ദേവദത്തത്തിൽ രാവിലെ എത്തിയത്. ആ കൂടിക്കാഴ്ച ഏതാണ്ട് 10-15 മിനിറ്റ് നീണ്ടിരുന്നു. ഇപ്പോൾ നമുക്കാണ് AICC സെക്രട്ടറി PV മോഹൻ. സെക്രട്ടറി PV മോഹനാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് ഇപ്പോൾ വീണ്ടും എത്തുന്ന അടുത്ത ഹൈക്കമാൻഡ് പ്രതിനിധി. AICCയുടെ സെക്രട്ടറി ഏറെക്കാലമായി, ഏതാണ്ട് 2 വർഷമായി. 2 പേരുണ്ട്. സന്ദീപുണ്ട്, അതിനൊപ്പം തന്നെ PV മോഹൻ. 2 AICCയുടെ സെക്രട്ടറിമാർ. ആ 2 സെക്രട്ടറിമാരാണ് ഇപ്പോൾ 3 സെക്രട്ടറിമാരുണ്ട്. അവർ നേരത്തെ തന്നെ ഏതാണ്ട് 1 വർഷത്തിലേറെയായി സംസ്ഥാനത്ത് ക്യാമ്പ് ചെയ്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് ദീപദാസ് മുൻഷിക്കൊപ്പം നിന്ന AICCയുടെ ഭാരവാഹികളാണ് PV മോഹൻ, ഒപ്പം സന്ദീപ് ഉൾപ്പെടെയുള്ള ആ 3 ഭാരവാഹികൾ. അവർ കൂടി എത്തി. ഹൈക്കമാൻഡിന്റെ കൂടുതൽ പ്രതിനിധികൾ രമേശ് ചെന്നിത്തലയുടെ വസതിയിലേക്ക് എത്തിയിരിക്കുന്നു. ഏറ്റവും നിർണായകമായ നീക്കങ്ങൾ, ഏറ്റവും സുപ്രധാനമായ ചർച്ചകൾക്ക് ഇപ്പോൾ വഴുതക്കാട് രമേശ് ചെന്നിത്തലയുടെ വസതിയായ ദേവദത്തം സാക്ഷ്യം വഹിക്കുകയാണ്. കാരണം ഇനി 4 മണിക്കാണ്. 4 മണിക്ക് ഏതാണ്ട് 1.5 മണിക്കൂർ മാത്രമാണ് UDF-ന്റെ നേതൃയോഗത്തിനുള്ളത്. ആ നേതൃയോഗത്തിൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് നൽകുന്ന മന്ത്രിമാരുടെ പട്ടികയിൽ രമേശ് ചെന്നിത്തലയുടെ പേരുണ്ടാകുമോ എന്നതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. രമേശ് ചെന്നിത്തല നിലപാട് മയപ്പെടുത്തുമോ എന്നാണ്. പോസിറ്റീവായി കാര്യങ്ങൾ അവസാനിക്കുമെന്ന പ്രതീക്ഷ CM മുഖ്യമന്ത്രി VD സതീശനുണ്ട്. എല്ലാ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾക്കുമുണ്ട്. കാരണം രമേശ് ചെന്നിത്തല മന്ത്രിസഭയുടെ ഭാഗമാകില്ല എന്ന നിലപാട് പിൻവലിക്കും, അതിൽ നിന്ന് പിൻവാങ്ങും. എല്ലാവരുടെയും നിർബന്ധത്തിന് രമേശ് ചെന്നിത്തല ഒടുവിൽ വഴങ്ങും എന്ന ആത്മവിശ്വാസമാണ്. കാരണം ഏറ്റവും നിർണായക ഘട്ടത്തിലാണ് UDF-ന് 10 വർഷത്തിന് ശേഷം അധികാരം ലഭിക്കുമ്പോൾ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കൂടി ആ മന്ത്രിസഭയുടെ ഭാഗമാകണം എന്ന ഒരു നിർബന്ധ ബുദ്ധി അത് കോൺഗ്രസ് ഹൈക്കമാൻഡും KPCCക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ നേതാക്കൾ ഒന്നാകെ ഇങ്ങോട്ടേക്ക് രമേശ് ചെന്നിത്തലയുടെ വസതിയിലേക്ക് എത്തി രമേശ് ചെന്നിത്തല അനുനയിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നത്. KPCC ആസ്ഥാനത്ത് മുഖ്യമന്ത്രി VD സതീശനും ഒപ്പം സണ്ണി ജോസഫും അടൂർ പ്രകാശും ദീപദാസ് മുൻഷിയും നടത്തിയ ഒരു കൂടിയാലോചനയുണ്ട്. ആ കൂടിയാലോചനയിൽ ഒരു തീരുമാനം അവർ എടുത്തിട്ടുണ്ട്. ആ തീരുമാനം അറിയിക്കാൻ വേണ്ടിയാണ് ദീപദാസ് മുൻഷിയും അവരുടെ ഒപ്പമുള്ള AICCയുടെ സെക്രട്ടറിമാരും ഈ വസതിയിലേക്ക് എത്തിച്ചേർന്നത്. അവർ അവരുടെ നിലപാട്, അത് ഹൈക്കമാൻഡിന്റെ നിലപാടാണ്, കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നിലപാട് കൂടിയാണ് അവിടെ രമേശ് ചെന്നിത്തലയുടെ മുന്നിലേക്ക് വെക്കുന്നത്. ഇനി രമേശ് ചെന്നിത്തലയ്ക്ക് കടുത്ത സമ്മർദ്ദം കൂടിയായി ഹൈക്കമാൻഡ് ഈ കൂടിക്കാഴ്ച മാറും എന്ന് ഉറപ്പാണ്. കാരണം ഹൈക്കമാൻഡിന്റെ നിർബന്ധത്തിന് രമേശ് ചെന്നിത്തല വഴങ്ങേണ്ടി വരും, മന്ത്രിസഭയുടെ ഭാഗമാകേണ്ടി വരും. പക്ഷേ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു സാധാരണ ഏതെങ്കിലും ഒരു പോർട്ട്ഫോളിയോ നൽകി മന്ത്രിസഭയുടെ ഭാഗമാക്കാൻ കഴിയില്ല. കാരണം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പാണ് കൈകാര്യം ചെയ്തത്. അങ്ങനെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്ത രമേശ് ചെന്നിത്തലയ്ക്ക് മറ്റേതെങ്കിലും വകുപ്പ്, അപ്രധാനമായ വകുപ്പ് നൽകി മന്ത്രിസഭയുടെ ഭാഗമാക്കാൻ കഴിയില്ല എന്നതും ഒരു പ്രധാന കാര്യമാണ്. അങ്ങനെ ആഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തലയ്ക്ക് നൽകാൻ മുഖ്യമന്ത്രി VD സതീശൻ തയ്യാറാകുമോ എന്ന ഒരു ചോദ്യം. എല്ലാ വിട്ടുവീഴ്ചകൾക്കും തയ്യാറാകുമെന്ന ഒരു സന്ദേശം VD സതീശന്റെ ക്യാമ്പ് നൽകുന്നുണ്ട്. കാരണം എല്ലാവരെയും കൂട്ടിയിണക്കിക്കൊണ്ട്